ഒരു ദിവസം എൻ്റെ കസിൻ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എനിക്കൊരു കോയിൻ ബോക്സ് ആക്കി ഡെക്കറേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. എനിക്കാണ് ഈ ക്രാഫ്റ്റ് പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം തന്നെ ഞാൻ അടിയിൽ സ്വീകരിച്ചു. അങ്ങനെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. എന്താ ചെയ്യാമെന്നൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. എന്നാലും എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തു. എൻ്റെ കയ്യിൽ കുറച്ച് ന്യൂസ് പ്രിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കുറച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ആക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊന്നും കളയാതെ ഒക്കെ സൂക്ഷിച്ച് വെക്കും. ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഈ വേസ്റ്റ് പ്രോഡക്ട്സ് വെച്ചിട്ട് അതിനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാതെ വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് അതിനെ ക്രിയേറ്റീവാക്കി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഉണങ്ങാനൊക്കെ വെച്ചു. 2 ദിവസം എടുത്തിട്ട് അത് ഉണങ്ങാൻ. അങ്ങനെ കുറച്ച് ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ച് അവളോട് തന്നെ ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് രാത്രി ഉറക്കമൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. രാവിലെ ഒന്നും സമയം കിട്ടാറില്ല ചെയ്യാൻ, കാരണം ഓരോ പണികളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. സോ അങ്ങനെ കുറേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് അപ്പോഴും എനിക്കറിയില്ല ഇതിപ്പോൾ ഇനി എന്താ ചെയ്യാമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കുറേ കാലത്തിന് ശേഷം കേട്ടോ ചെയ്യുന്നത്. കാരണം ഇതങ്ങനെ ചെയ്യാനൊന്നുമുള്ള ഒരു അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ നമ്മൾ ബിസി ആയില്ലേ ലൈഫിൽ. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും നാട്ടിൽ പോയാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓർത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പെയിൻറ്റൊക്കെ അടിച്ചു. സോ ഞാൻ എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.